ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ട് കഴിഞ്ഞ 26-ാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ആശയം റൈറ്റ് ടു റീകോൾ ആണ്. അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയമല്ല, എക്കാലത്തെയും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ ഇതൊരു സിനിമയാണ്. അപ്പോൾ സിനിമയിൽ ആസ്വദിക്കുന്ന രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് വിലയിരുത്തുക. ഇതിൽ റൈറ്റ് ടു റീകോളിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയുടെ എഴുത്തിന്റെ ഘട്ടത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായി ഒരു തോട്ട് ഈ സിനിമയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കും സഞ്ജുവിനും. അപ്പം ഞങ്ങളും സന്തോഷം കൊണ്ടിരുന്ന് ആലോചിച്ചു എന്താണ് ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇതൊരു സാധാരണ പൊളിറ്റിക്കൽ സിനിമ അല്ലാതെ എന്താണ് ഒരു തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ റൈറ്റ് ടു റീകോൾ എന്നൊരു കോൺസെപ്റ്റ്, അതായത് ജനപ്രതിനിധികൾ തൃപ്തികരമല്ലെങ്കിൽ അവരെ 5 വർഷത്തിന് മുമ്പ് തിരിച്ചു വിളിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു തോട്ട് ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടായ ഒരു തോട്ടാണെന്നാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത്. ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് പരിചയമുള്ള ആളായിരുന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് സാറിനെയാണ് ആദ്യം വിളിച്ച് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിക്കും ഇങ്ങനൊരു തോട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, റൈറ്റ് ടു റീകോൾ എന്നാണ് ഇതിൻ്റെ പേര്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി. അങ്ങനെയാണ് ഈ തോട്ട് ഈ സിനിമയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതും ഈ തോട്ട് ഇപ്പം ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ തിരക്കഥാകൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മമ്മൂക്കയെ വെച്ചുള്ള ആദ്യത്തെ സിനിമയാണ്. അത് ഞങ്ങൾ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അംഗീകാരവുമായി കാണുന്നു. ചോദിക്കട്ടെ, തിരക്കഥാകൃത്തല്ലേ ഇത് സിനിമയെ കുറിച്ച് സംസാരിക്കേണ്ട ശരിക്കും അതിൻ്റെ മേക്കേഴ്സാണ്. ഞാനൊരു നടൻ എന്നുള്ള നിലയിലാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഐ എം റെഡി ടു ടേക്ക്. ഞാനെന്തെങ്കിലും പറയണം? അല്ലേ, ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെ അതുള്ളൂ. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് കഥാപാത്രത്തെ നമുക്കാവുന്ന വിധത്തിൽ അഭിനയിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ സിനിമയിലെ ഒരു പ്രത്യേകത പലതും നമ്മളെ ആകർഷിക്കാറുണ്ട്. അങ്ങനെ ഈ സിനിമയിൽ ആകർഷിച്ച ഒരുപക്ഷെ ഇവരിപ്പോൾ പറഞ്ഞ ഈ റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ആശയമാണ്. ആശയം ഒരുപക്ഷെ ഇത് നടപ്പിലാകുമോ, നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയങ്ങളാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. നമുക്ക് തൃപ്തികരമല്ലാത്തൊരു ജനപ്രതിനിധി നമ്മളെ ജനപ്രതിനിധിയായിട്ട് നിൽക്കണ്ട, അയാൾക്ക് തിരിച്ചു വരാൻ വേറെ ഒരാളെ വയ്ക്കാം, കാലാവധി കഴിയുന്നതിന് മുമ്പ്, അങ്ങനെയുള്ള ആശയങ്ങൾ യൂറോപ്പിലെ ചില പാർലമെൻറ്റുകളല്ലാത്ത ഈ നമ്മുടെ ലോക്കൽ ബോഡികളിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല പഞ്ചായത്തുകളിൽ അവിടെയൊക്കെ ഒരു പ്രമേയം പാസ്സാക്കിയോ ഒരു നിയമം പാസ്സാക്കിയോ ചെയ്യണമെങ്കിൽ ജനങ്ങൾ അതിന് വോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആളുകളിങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കണ്ടപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഒരു പുതിയ നിയമം വരികയാണ്. ജനങ്ങൾ അതിനെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങൾ അതിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള ഒരു അസസ്മെൻറ്റിന് വേണ്ടി ഒരു വോട്ടിംഗാണത്. അതുപോലെ ഇതും ആശയം പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതല്ല. സിനിമയിൽ പലതും നമുക്കിങ്ങനെ സങ്കല്പിക്കുകയും നമ്മുടെ ഭാവനയിൽ അതാണല്ലോ സിനിമയിലും ഇത് കലാരൂപങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ആദ്യം തോന്നിയ ഒരു പ്രത്യേകത. പിന്നെ ഒരു കഥാപാത്രത്തിലുള്ളൊരു പ്രത്യേകതയും ഒരുപക്ഷെ ഒരു പരിധിവരെ ആകർഷിച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രമായി നടപ്പിലാക്കാൻ കഴിയും? നമ്മുടെ ഇപ്പം സിനിമയാണ് എന്ന് മമ്മൂക്ക പറയുമ്പോൾ ഇത്തരമൊരു സംഭവങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എപ്പോഴും നല്ലത്. കേരളം പോലെയുള്ള ഈ സമൂഹത്തിൽ, കേരളത്തിലെ പല അഴിമതി കേസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ഉള്ള ആളുകളെ തിരിച്ചു വിളിക്കുക എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പൊതുജനത്തിൽ നിന്നുള്ള ഒരു ആശയവിനിമയം കൂടി നടത്തുന്നത് നല്ലതായിരിക്കില്ല? നിങ്ങളൊരു പരസ്പര ഒരു ആശയവിനിമയം. ഞങ്ങൾ ആക്ച്വലി ഒരു ഫേസ്ബുക്ക് പോള് നടത്തിയിരുന്നു ഈ സിനിമ റിലീസായി കഴിഞ്ഞു. ഈ പൊതുജനങ്ങൾക്ക് ഈ ബില്ലിനോട് സപ്പോർട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പോള് നടത്തിയിരുന്നു. ഇതിനോടൊക്കെ ഏതോ ഒരു വളരെയധികം പേര് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. 90% ആൾക്കാരും അല്ലെങ്കിൽ 95% ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ബാക്കി 5% ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, അവര് ഇത് ഇവിടെ നടപ്പിലാകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ശരിക്കും പൊതുജനങ്ങളെല്ലാം ഇതിന് അനുകൂലമാണ് ഈ ബില്ലിന്.
മമ്മൂക്ക മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആളാണ്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും. മമ്മൂക്കയുടെ രാഷ്ട്രീയത്തിൽ ഈ റൈറ്റ് ടു റീകോൾ വരണം എന്നൊരാഗ്രഹം വ്യക്തിപരമായി ഉണ്ടോ? ഞാൻ രാഷ്ട്രീയം ഉള്ളിൽ സൂക്ഷിക്കുന്നതല്ല. എനിക്കൊരു രാഷ്ട്രീയ നിലപാട് നിങ്ങളെയൊക്കെ പോലെ ഉണ്ടെന്നല്ലാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഇതൊക്കെ വന്നാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെയാണ്, അതിനെതിരൊന്നുമില്ല. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന കേരള സമൂഹത്തിന് ബണ്ണു മുന്നോട്ട് വെക്കുന്ന ആശയം എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കരുതുന്നു? അങ്ങനെ സ്വാധീനമല്ല, നമ്മൾ ആരെയും സ്വാധീനിക്കുക എന്നൊരു സിനിമ അങ്ങനെ ആരെയും സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് സിനിമ വേറെയാണ്, പൊളിറ്റിക്സ് വേറെയാണ്. പിന്നെ നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചു, വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് തള്ളിക്കളയാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം. നമ്മൾ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വലിയൊരു കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യപ്പെട്ടേക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ ആരെയും അതുകൊണ്ട് സ്വാധീനിക്കുന്ന ഒരു സംഭവമില്ല. സിനിമയെ പൊളിറ്റിക്സ് ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഇതായിട്ട് ഈ സിനിമയായിട്ട് സ്വാധീനിക്കുക എന്നുള്ള സംഭവം കടമേ ഇല്ല. മമ്മൂക്കയ്ക്ക് ഈ കഥ കേട്ടപ്പോൾ ആദ്യം സ്പാർക്ക് ചെയ്ത ക്യാരക്ടറാണോ അതോ ഈ റൈറ്റ് ടു റീകോൾ അത് ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു? കഥാപാത്രമാണ്. ഈ ഓരോ സിനിമയും മമ്മൂക്ക കഥ കേൾക്കാൻ നേരത്തെ യഥാർത്ഥത്തില് എന്താണ് അതിന്റെ അകത്ത് ക്യാരക്ടറൈസേഷന്റെ അകത്ത് ഒരുപാട് മമ്മൂക്കയുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഈ ഡയറക്ടർ അടക്കം പല ഡയറക്ടേഴ്സും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മമ്മൂക്ക എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ കളക്ട് ചെയ്ത് വെക്കുകയും അത് ഇന്ന സിനിമയിൽ സ്ലാങ് ആയിട്ടും എന്താണ് മമ്മൂക്കയുടെ ആയിട്ടുള്ള ഒരു മാജിക്കൽ എന്താണ് ഇതുണ്ടല്ലോ, എന്താ പറയാ, അല്ല മമ്മൂക്കയുടെ ആയിട്ടുള്ള മനസ്സിലായി. എനിക്കങ്ങനെ മാജിക് ഒന്നും അറിയാവുന്ന ആളല്ല. ഈ കഥാപാത്രങ്ങളോടുള്ള ഒരു ഭയങ്കര ഭ്രമമല്ല, ഒരു ഭ്രാന്തുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഈ ഞാൻ കാണുന്നവരെയൊക്കെ പോലെ വേണം ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ജന്മത്തിൽ നടക്കുന്നതല്ല, കാരണം കോടാനുകൂടി ആളുകളിലൂടെ ഉണ്ട്, അതൊന്നും നടക്കുന്നതല്ല. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഇതുപോലെയുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്ന പലതും കണ്ടതും കേട്ടതും ഒക്കെ നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ടാവും. അത് നമ്മളറിയാതെ തന്നെ ഈ കഥാപാത്രങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്നത് വേണം, ഇന്ന മാനറിസം എന്നൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പലരും അങ്ങനെ ആ സീനിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പക്ഷെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അത് ഈ സിനിമയിലും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു കഥ കേൾക്കുമ്പോൾ ഒരാൾ വരും, അത് ആ ആളെ ഞാൻ കണ്ണാടിയിൽ കാണുമ്പോൾ അതുപോലെ ആയിരിക്കും, അയാളാണ് ഞാനെന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഭയങ്കരമായ സയൻസും ടെക്നോളജിയും ഒന്നും ഉണ്ടോ? ചോദ്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങളോട് പോലെ തട്ടിക്കയറുന്ന ഒരു വ്യക്തി. ഈ മമ്മൂക്കയുടെ ഈ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ്. അത് എത്രമാത്രം മുഖ്യമന്ത്രിയുമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? സിനിമ ഉണ്ടായിരുന്നു, സിനിമ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. അത്ര ഒരു സ്വാധീനം എങ്ങനെ ചെലുത്തിയിട്ടുണ്ട്? എനിക്കറിഞ്ഞൂടെ, എനിക്ക് അങ്ങനത്തെ സ്വാധീനങ്ങളൊന്നും ഞാൻ സിനിമയിൽ എനിക്ക് ഉണ്ടാകാറില്ല. ഞാനങ്ങനെ ഒരു ബയോപിക്കൊന്നും അല്ലല്ലോ സിനിമ ഒരു വേറൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണ്. അപ്പം അങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയിൽ ഒരുപാട് സാദൃശ്യങ്ങൾ പിണറായി വിജയനായിട്ടുണ്ട്, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിണറായി വിജയൻ ഏതെങ്കിലും നമ്പർ എല്ലാ മുഖ്യമന്ത്രിയുടെ നമ്പറുണ്ട്. അത് നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിക്കോ ഉള്ളതല്ല. എല്ലാവരും ആരും മുഖ്യമന്ത്രിയായാലും നമ്പർ 1 പുള്ളിയുടെ. അതൊരു സാമ്യമായിട്ട് കൂട്ടണ്ട. അല്ല അത് അങ്ങനെ അത് നമ്മൾ ആ സിനിമയിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമ്പറായിരിക്കും അത്ര. പക്ഷെ എല്ലാവർക്കും കടക്കൽ ചന്ദ്രൻ എന്നുള്ള വ്യക്തിയെ കാണുമ്പോൾ പിണറായി വിജയന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്തെങ്കിലും മാനസികം മനസ്സിൽ വന്നിരുന്നോ? ഇല്ല, എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പുള്ളിയല്ലേ, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് സിനിമയിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പേര് സുഹൃത്തുക്കൾ. പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ സെൻസർ കട്ടിൽ പാർട്ടി അധ്യക്ഷനായിട്ട് മാറിയത് വായിച്ചു കേട്ടിരുന്നു. വായിച്ചു. അപ്പം അതിനെ കുറിച്ച് ഇല്ല, അത് നമ്മളങ്ങനെ സെൻസർ ബോർഡ് പറഞ്ഞിട്ട് അങ്ങനെ തരത്തിലുള്ള ഉണ്ടായിട്ടില്ല. അത് വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയാണ്. നമ്മുടെ അങ്ങനെ ഉറപ്പായിട്ട് മമ്മൂക്കയും അങ്ങനെ തന്നെ അത് പറഞ്ഞിരുന്നു. അത് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. അല്ല, ഒന്നിനെ സൂചിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ, നമ്മളെ ഒരു പാർട്ടിയുടെയും ഇതല്ല ഈ സിനിമ. ഇത് ഏത് പാർട്ടിക്കാർ കണ്ടാലും ഇത് നമ്മുടെ സിനിമയാണെന്ന് തോന്നണം. ഏത് പാർട്ടിക്കാർ കണ്ടത്? പ്രധാനമായിട്ട് നമുക്ക് ആളുകൾ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പലരും പറഞ്ഞു. അത് ഒരു സന്തോഷമുള്ള കാര്യം.
ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ഇയാൾ മമ്മൂക്കാക്ക് എല്ലാം ആഗ്രഹമുണ്ടോ? ചോദിക്കണ്ടേ? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവരും ഒരിക്കലും അല്ല, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കായ്ക്കും എൻ്റെ ആഗ്രഹമുണ്ടോ? അടുത്ത് തന്നെ ഇങ്ങനെ കൊട്ടിക്കൊഴിക്കല് ഞാൻ പുറത്തോട്ട് കുറച്ച് നമുക്ക് രഹസ്യമായിട്ട് സംസാരിക്കുന്നു. പുറത്താക്കിയാൽ ഞാനിപ്പോ പിന്മാറിയേക്കാം. അല്ല അതല്ല അവർ ചോദിക്കട്ടെ, ഈ ഒരു ചോദ്യത്തിന് ആൻസർ നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാം പറയുമല്ലോ അല്ലേ? പറഞ്ഞുതരാം. കൂട്ടത്തില് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് മാത്യു തോമസ്. മാത്യു തോമസിന് വോട്ടവകാശം ആയിട്ടുണ്ടോ, ഇത്തവണ ഉണ്ടോ? ഈ ഒരു റൈറ്റ് ടു റീകോൾ എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ വരേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് മാത്യു അതിനെ കാണുന്നത്? വോട്ടവകാശം ആവുന്നേ ഉള്ളൂ. അടുത്ത ഇലക്ഷൻ വരെ വോട്ട് ചെയ്യാൻ. അല്ല, എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ആരും ഇതിൽ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ലേ, ചേട്ടനും ഇഷ്ടമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ തന്നെ എനിക്കും നല്ലതായിരിക്കില്ല. അങ്ങനെ നമുക്കൊരു ആള് ശരിയല്ലാതെ തോന്നിയ അയാളെ മാറ്റാനുള്ള ഒരു അവസരം, അത് 5 വർഷം കാത്തു നിൽക്കണ്ട. അപ്പോൾ ആ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക്. മമ്മൂക്ക യഥാർത്ഥത്തിൽ ഓഫ് സ്ക്രീൻ ഒരു സ്റ്റൈലിഷ് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാൻ നേരത്ത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിന് വന്നപ്പോൾ മുടി ബാക്കി കെട്ടി ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട്, പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് വന്നപ്പോഴേക്കും എന്താണ് ബ്ലാക്ക് കളർ ജുബ്ബ, മുടി ബാക്കി കെട്ടി, മീശയൊക്കെ പിരിച്ചു വെച്ച്, അങ്ങനെ ഒരു പല ലുക്കിലും പല ഗെറ്റപ്പിലുമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അതിനെ ആഘോഷിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഫാഷനെ ഇത്ര, ഞങ്ങൾ പോലും യഥാർത്ഥത്തിൽ അത്രയൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. ഫാഷനൊന്നുമില്ല, രാവിലെ നമുക്ക് തോന്നുന്നു പറഞ്ഞ എടുത്തിരുന്നു അത്ര. അല്ല, ഇന്ന് രാവിലെ മുടി ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാൽ പിന്നെ പുറകെ കെട്ടി വെച്ചേക്കാൻ. അന്ന് മറ്റേ ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് വരാൻ സമയം എടുത്തപ്പോൾ ഒരു മുണ്ട് ഷർട്ട് ഇട്ടു. അതിനപ്പുറത്തേക്ക് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ഒത്തു വന്ന ഭാഗ്യം. നമ്മളേക്ക് ഇനി ഫാഷൻ ഉണ്ട്, നിങ്ങളല്ലേ ഇതിൻ്റെ സമയം. പിന്നെന്താ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമോ? എന്തോ മുരളീചേട്ടന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്, പ്ലേയിങ് ഓപ്പോസിറ്റ് മമ്മൂക്ക. അല്ല, ഇറ്റ് ഈസ് ഓൾവേസ് എൻ ഓണർ ടു ഷെയർ ദ സ്ക്രീൻ വിത്ത് ഹിം. എപ്പോഴും അത് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് മമ്മൂട്ടി സാർ. അപ്പോൾ നാച്ചുറലി അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനും അദ്ദേഹത്തിന് വേണ്ടി എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ ഒരു വലിയ ഓണറായിട്ടാണ് ഞാൻ കരുതുന്നത്. വെരി സൂൺ മുരളീചേട്ടന്റെ റൈറ്റിംഗിൽ ഒരു പടം വരുന്നുണ്ട്. ഞങ്ങളൊരെണ്ണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എഴുതുന്ന കഴിഞ്ഞിട്ട് അതിൻ്റെ ജോലികൾ തുടങ്ങാം. മുരളിച്ചേട്ടൻ യഥാർത്ഥ സ്ക്രിപ്റ്റ് റൈറ്ററായി, പൃഥ്വിരാജ് ഡയറക്ടറായി, മമ്മൂക്ക നായകനായിട്ടുള്ള ഒരു ചിത്രം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് മുരളിച്ചേട്ടൻ തന്നെ കൺഫേം ചെയ്തിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ. ഞങ്ങൾ രണ്ടുപേരുടെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. അപ്പൊ ആഗ്രഹം പറഞ്ഞു. ജോജു ചേട്ടനെ കൊണ്ടുവന്നതിൽ മമ്മൂക്ക വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട് ആസ് എൻ ആക്ടർ. അന്ന് ഞാൻ നോക്കി കൊണ്ടുവരാൻ പറ്റിയില്ല. ആളെവിടെ നിന്നും ഒരു പിടിയിൽ ആ ലെവലായിപ്പോയി. ഇപ്പൊ ഒപ്പത്തിനൊപ്പം നിന്ന് നല്ലൊരു കൂട്ടുകാരനായിട്ട് എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ ആ ഒരു ജോജു ചേട്ടന്റെ വളർച്ചയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? പിന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവന്ന ആളേലും അല്ലെങ്കിലും ശരി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളപ്പോൾ ആകുന്നതാണ് ഇപ്പോഴും നല്ലത്. അഭിനയം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഗോപിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണ്ട്, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഞാനെന്ന്. അത് വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. നമ്മളുടെ കൂടെ അഭിനയിക്കുന്ന ആളുടെ അഭിനയം നമ്മുടെ അഭിനയത്തിന് പ്രചോദകമാകുക എന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് കൂടുതലും. ജോബി ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മമ്മൂക്കയുടെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ടി ദാമോദരൻ മാഷ്, ഐ വി ശശി, അവരുടെ കൂട്ടുകെട്ടിൽ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഡ്രാമ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ സന്തോഷത്തിനൊപ്പം വരുമ്പോൾ ഇങ്ങനെ ഒരു യങ് ടീമിനൊപ്പം ജോയിൻ അപ്പ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ തോട്ട്സ് എന്താണ്? അല്ല, ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയമല്ലേ. പക്ഷെ ഇതൊന്നും ഒരു കാലഘട്ടത്തിലുള്ളതല്ല. ഇതൊരു വേറെ തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള സിനിമയാണ്. ദാമോദരൻ മാസ്റ്ററും ശശി സാറും ഒക്കെ ഉള്ളത് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള, അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള, അന്ന് അവർക്ക് അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സിനിമകളാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ വിമർശനങ്ങളാണ് ആ സിനിമ ശരിക്കും. അവരെ കുറിച്ച് ഇപ്പൊ ഓർക്കുമ്പോൾ ഇന്നലെ ഒരാൾ ജനിച്ച ദിവസവും ഒരാൾ മരിച്ച ദിവസമായിരുന്നു ഇന്നലെ. സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കഥ പറയാൻ നേരത്ത് പിണറായി വിജയനുമായിട്ട് സാമ്യം വരാൻ പല ചാൻസസും ഉണ്ട്. അപ്പം കടക്കൽ ചന്ദ്രൻ പിണറായി വിജയനെ ആകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതലുകൾ ചെയ്തിരുന്നു? ഇതില് ഞങ്ങൾ ആദ്യം ഈ കഥ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല, ജീവിച്ചിരിക്കുന്നതോ ഇപ്പൊ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടൊരു സിമിലാരിറ്റി വരരുതെന്നും, ഒരു എക്സിസ്റ്റ് ചെയ്യുന്നതോ അല്ലാത്ത ഒരു നേരത്തെ ഉള്ളതോ ഇപ്പൊ ഉള്ളതോ അല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടും
ഒരു ബന്ധവും ഉണ്ടായിരുന്നു ഞങ്ങൾ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഇന്ന പാർട്ടിയുടെ കഥയാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കഥയാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് വരെ ഇങ്ങനത്തെ പല വ്യൂഹങ്ങളും ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ ഇത് റിലീസായി കഴിഞ്ഞ് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് ഇന്നാരെ പോലെയാണ് നമുക്ക് അവതരിപ്പിച്ച ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ഇന്ന സംഭവമായിട്ട് സാമ്യമുണ്ട്. അതൊരു കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ഈ സിനിമയിൽ ഒരു ഇമാജിനറി പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, പ്രതിപക്ഷമുണ്ട്. അവരുടെ പേരുകൾ പോലും ആ പാർട്ടിയുടെ പേരുകളോ ആ പാർട്ടിയുടെ ഒരു കൊടിയുടെ നിറം പോലും ഞങ്ങൾ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അതുപോലെ നിഷ്പക്ഷമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ ഒരുക്കിയത്. അത് നമ്മളപ്പോ തന്നെ ഈ കഥ സബ്ജക്ട് നമുക്കത് പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഒരു നിലവിലുള്ളൊരു പാർട്ടിക്കാർ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ അല്ലെങ്കിൽ മുമ്പുള്ളവരായിട്ടോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത ക്യാരക്ടറായിട്ടോ ഒരു സാമ്യം ഉണ്ടാകാൻ പാടില്ല. എന്റെ കടക്കല ക്യാരക്ടറിലും ഈ സ്ക്രിപ്റ്റിലും അത് തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്, തന്നെയാണ് മമ്മൂക്കയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ആശയം റൈറ്റ് ടു റീകോൾ എന്ന ആശയം ഇത് സിനിമ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നടന്നത്. മമ്മൂക്ക ഈ സിനിമയോട് ഈ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിച്ചു. ആ സമയത്ത് ഇത് സിനിമ ആവണം, ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. ഒരു പക്ഷേ മമ്മൂക്ക അന്ന് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാവില്ലായിരുന്നു. സിനിമയുടെ റിലീസിംഗ് തിരഞ്ഞെടുപ്പുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്? അതായത് നേരത്തെ തീരുമാനിച്ചാണോ അതോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രാധാന്യം വരും? അത് തീരുമാനിച്ചത് നമ്മളല്ല, കൊറോണ തീരുമാനിച്ചത് ഇപ്പൊ റിലീസ് ചെയ്യുന്നത്. ഒന്നും നമ്മുടെ കയ്യിലല്ല. എങ്കിലും ഈ ഇതിനോടനുബന്ധമായിട്ട് ചോദിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇതിനോട് അത്രമാത്രം കണക്റ്റഡ് ആയ ഈ ഒരു സബ്ജക്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതൊരു താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് സിനിമയാണ്. ഇത് സിനിമ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രൊഡ്യൂസറെ കാശ് മുടക്കി എടുക്കുന്നതാണ്. പ്രൊഡ്യൂസർ കാശ് തിരിച്ചു കിട്ടണം. നമ്മൾ ആദർശങ്ങൾ പറയാനല്ല സിനിമ. ഇത് എൻജോയ് എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണ്. അപ്പൊ അത് അതിന്റെ രീതിയിൽ കാണും. അത് നമ്മൾ പറയേണ്ട ഒരു സബ്ജക്ട് എന്റർടൈൻമെന്റ് പറയുന്നേ ഉള്ളൂ, അല്ലാതെ ആരും പഠിപ്പിക്കാനായിട്ടുള്ളതല്ല. ഇത് എന്റെ എല്ലാവരും കണ്ട് ആസ്വദിക്കുക, റിലാക്സ് ആസ്വദിക്കാൻ വേണ്ടിയുള്ള സിനിമ മാത്രമാണ്. അതും രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഒരു ബന്ധമോ സ്വാധീനമോ ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെയില്ല. അത് ഓരോരോ നമ്മുടെ ആദർശങ്ങൾ പറയാൻ സിനിമയാണെന്നില്ല, ഒരു വേറെ പ്ലാറ്റ്ഫോമുണ്ട്. ഇത് സിനിമ ആകുമ്പോൾ എന്റർടൈൻ ആണ്. അപ്പൊ അതിന്റെ രീതിയിൽ കാണുകയെന്നേ ഉള്ളൂ. അല്ല, മമ്മൂക്കയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ എന്ന രീതിയിൽ വന്ന കഥ പറയുമ്പോൾ അശോക് രാജ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, എന്നെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളാണ്, ആ കഥാപാത്രങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ന് മമ്മൂക്കയുടെ അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കുറച്ചൊക്കെ ആ ഒരു സ്വാധീനം ഈ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ ആ രീതിയിൽ അത് ഇത് ഞങ്ങളുടെ ആദ്യം എന്റെയും ബോബി സഞ്ജയുടെ മനസ്സിലുണ്ടായ ഇമാജിനറി ക്യാരക്ടറിനെ കളിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ ചിന്ത, എന്റെ ആഗ്രഹം അതാണ് ഈ കടക്കച്ചന്ദ്രൻ, നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള റോൾ മോഡൽ. ഇത് സംഭവിക്കാതിരിക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്ന, കേരളം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതെങ്ങനെ ആവണം എന്നുള്ളതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. ഇത് നമ്മൾ സിനിമയിൽ നമ്മൾ പറയുന്ന പോലെയാണ് കഥാപാത്രങ്ങൾ പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ തീരുമാനിക്കുകയാണ്. പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെയല്ല. ഓരോ ദിവസം ഓരോ ഇൻസിഡന്റ് വന്ന് അതിനെ ഫേസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരതിനെ ഫേസ് ചെയ്യണം. നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിനിമ പോകും, അതിലാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. റിയലും സിനിമ രണ്ടാണ്. അതാ പറഞ്ഞത്, ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിനിമ തന്നെയാണ്. ഇൻസ്റ്റാൾ ആവാം, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. ഇങ്ങനെ ഒരു ആശയം എത്ര കാലം മുമ്പായി സിനിമയുടെ ഈ ഒരു ഫസ്റ്റ് വന്നിട്ട് എത്ര കാലം? ഇത് എന്റെ ആദ്യം പറഞ്ഞ ബോബി സഞ്ജയിലെ ഇവരാണ് എന്റെ അടുത്ത് ആദ്യമായിട്ട് 4 വർഷം മുമ്പ് ഒരു ലൈനാണ് ഇതിലുണ്ടായത്. കേരള മുഖ്യമന്ത്രി മെയിൻ കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. അവിടെ നിന്ന് മമ്മൂക്ക പോലും അറിയിട്ടില്ല. 1.5 വർഷത്തോളം സ്ക്രിപ്റ്റിന്റെ പുറകെ നമുക്ക് അറിയില്ല എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാവുന്നുള്ളത്. ഇത് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് ആയ ശേഷമാണ് നമ്മൾ മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്ന സമയത്ത് മമ്മൂക്ക നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങി. മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയൊക്കെ എന്നിലും ഈ ഇവരെ എഴുത്തിലെല്ലാം സ്വാധീനിക്കാൻ തുടങ്ങി. പിന്നെ മമ്മൂക്കെല്ലാം വേറെ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്തപ്പോ മമ്മൂക്ക മനസ്സിലും കടക്കച്ചന്ദ്രന്റെ ക്യാരക്ടർ കയറി കഴിഞ്ഞു. പിന്നെ നമുക്ക് വളരെ ഈസിയായി ഈ സബ്ജക്ട്. നമുക്ക് പ്രീസ്റ്റ് വന്നു, 1 വന്നു, 2 വലിയ വിജയമായി. ഇനി ബിലാല് വരുന്നു, CBI 5 ഉണ്ടാവും. ബിലാലല്ല വരുന്നത്, അത് കുറച്ച് കഴിയും. ഇപ്പോൾ നമ്മൾ ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ബിലാല് കുറച്ചുകൂടെ ഷൂട്ടിംഗ് എളുപ്പമാകുന്ന ഒരു അവസ്ഥയിൽ എടുക്കാൻ പറ്റും. CBI 5 പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞാൽ CBI ഉണ്ടാവും. പ്രതീക്ഷിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഭീഷ്മപർവ്വം യഥാർത്ഥത്തിൽ പ്രേക്ഷകര് വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഒരു കട്ട മാസം പ്രതീക്ഷിക്കാവും. തിയേറ്റർ ഇളക്കി മറിക്കും. തിയേറ്ററൊക്കെ പൊളിച്ചാൽ
നമ്മളിത് വിളക്ക് മുറിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ നമ്മളതിനൊക്കെ നോക്കാമേ. നിങ്ങളിവിടെ ഒത്തുപിടിച്ചാൽ ഇതൊക്കെ നമുക്ക് തരിപ്പണമായി. അങ്ങനെ ഞാനതെങ്ങനെ പറയും? നമുക്ക് അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ കാണാം. കഴിഞ്ഞ തവണ മമ്മൂക്ക ഞങ്ങളെ കമ്പനി വെച്ചപ്പോൾ കൂടെ മഞ്ജു വാര്യരുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ ചിത്രം ഇടുന്നത് വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വളരെ വലിയ ഡയമെൻഷനിൽ വലിയ ലെയറുകളിൽ ആ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. മമ്മൂക്കയാണ് സാറിന് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. എന്തെങ്കിലും ടിപ്സ് മഞ്ജു വാര്യർക്ക് ഇക്കാര്യത്തിൽ? മഞ്ജു വാര്യർ ഫോട്ടോഗ്രാഫി ഞാനല്ലേ ചെയ്യില്ല, ഞാനാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ എനിക്കല്ലേ ടിപ്സ് തരണ്ടേ? അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് മഞ്ജു നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു പ്രത്യേക ലൈറ്റാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അവരതിനോട് അനുകൂലിച്ചു, സഹകരിച്ചു. അതുകൊണ്ടാണ് ഫോട്ടോ നന്നായി. പക്ഷെ ഞാനത് അവർക്ക് തന്നെ കൊടുത്തു, ഞാനതൊന്നും ചെയ്തില്ല. അത് കൂടാതെ പക്ഷേ ഈ യങ്ങറായി സൂക്ഷിക്കാൻ വേണ്ടേ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചിത്രം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഈ ചതുർമുഖമായിട്ട് ബന്ധപ്പെട്ട സിനിമയുടെ ഇതായി ബന്ധപ്പെട്ട് വന്ന ചിത്രമാണ്. അതിനകത്ത് പ്രായം വളരെ കുറഞ്ഞു വരുന്നു. മമ്മൂക്കയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മഞ്ജു വാര്യരുടെ പ്രായം കുറഞ്ഞു വരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രം ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. മമ്മൂക്കയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ ആണോ അത്? എന്തെങ്കിലും എന്താ പറയുന്നത്? അത് പോയി, എനിക്കൊന്നുമില്ല അതിന് പറയാം. പടം കണ്ടിരുന്നു എന്നിട്ട് ഇവിടെ ഇല്ല, ഇവിടെ രണ്ടെണ്ണം അറിഞ്ഞൂടെ. ഞാൻ ഇവിടെ തിരുവനന്തപുരത്താണ്. ചോദ്യം ബോബി ചേട്ടനോടാണ്. ഇതിലൊരു മെഡിക്കൽ കണ്ടീഷൻ പറയുന്നത് സിനിമയിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നത്, അത് പിന്നീട് സ്ക്രിപ്റ്റിൽ വന്ന് പിന്നെ ത്രോഡ് വന്നില്ല. അതിന് ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായില്ല. കട്ട് ചെയ്താണോ? അല്ലല്ല, അത് ആ മെഡിക്കൽ കണ്ടീഷന് ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്കൊരു BP അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മറ്റേ പല പല അസുഖങ്ങളുണ്ടല്ലോ ആൾക്കാർക്ക്. അതിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു എയിൽമെന്റിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് അതിൽ ഉദ്ദേശിച്ചത്. അതിനൊരു ഗുരുതര അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ഡിസീസോ ഒന്നും അല്ല എന്നുള്ളതും ഇന്റർവെലിന് ശേഷമുള്ള ബാലേന്ദ്ര മേനോൻ സാറിന്റെ സീനിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ സമ്മതിക്കാറില്ല, ബോബി ഡോക്ടറാ. അപ്പം അങ്ങനെ വരുമ്പോ ഇതിന്റെ അവസാനം വർഷങ്ങൾക്ക് ശേഷം കടക്കൽ ചന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ആ അസുഖം അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ, അതായത് ഒരു സാധാരണ ഒരാൾക്ക് ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖത്തിന്റെ കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അസുഖം എന്നത് കവിഞ്ഞ് വേറൊരു പ്രാധാന്യം, അതായത് കഥാപരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്കൊന്നും ആ അസുഖം പോകുന്നില്ല. അത്ര ഗായത്രിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വിത്ത് മമ്മൂക്ക? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒപ്പീനിയനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂവിയെ പറ്റിയാണെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ മെസ്സേജസും റിവ്യൂസും ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമാണ്. ഗായത്രി ഇപ്പോ എല്ലാവരും സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഗായത്രി സംസാരിക്കുന്നത്. ഇപ്പൊ റൈറ്റ് ടു റീകോൾ എന്നുള്ള പുതിയ ആശയം രാഷ്ട്രീയത്തിൽ വരുമ്പോഴും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സീറ്റിന് വേണ്ടിയൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആസ് എ ലേഡി ഒരു രാഷ്ട്രീയത്തിലേക്ക് അവർക്കും കടന്നു വരാനുള്ള അവസരം ഉണ്ടെന്നാണ് കാര്യത്തിൽ? കടന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കടന്നു വരണം സ്ത്രീകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്രയും ഇതുപോലൊരു സംസ്ഥാനത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിംഗിലാണ്. അത് തീർച്ചയായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വരും വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വൺ അനൗൺസ് ചെയ്ത സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റിലോ ഇൻഡയറക്റ്റിലോ എന്തെങ്കിലും വിധികളോ മെസ്സേജോ കൊണ്ടിരുന്നു, അല്ലെങ്കിൽ മോശമായി കാണിക്കരുത്, ഗ്ലോറിഫൈ അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ? കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഷ്ട്രീയം, സിനിമയിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയം. പക്ഷെ മമ്മൂക്ക രാഷ്ട്രീയപരമായ ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാവും. നമ്മളതല്ലല്ലോ, നമുക്ക് രാഷ്ട്രീയമല്ലല്ലോ പറയണ്ടത്, നമുക്ക് സിനിമയില്ല. സിനിമയിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ. എന്റെ സിനിമാ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. എന്നെ വെറുതെ എന്തിനാ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരും? ഞാൻ ഇവിടെ ഇരുന്നു. കേരളത്തിലെ പുതിയ തരം ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുകയാണ് കിഴക്കമ്പലത്തൊക്കെ. അതിനെയൊക്കെ ആ തരത്തിലൊരു പരീക്ഷണങ്ങളാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. എന്നാലും പുതിയൊരു പരീക്ഷണമല്ലേ? സിനിമയിൽ പരീക്ഷണങ്ങളാകാം, നമുക്ക് അങ്ങോട്ട് പോയി ഒന്നും നടത്താൻ പറ്റില്ല. നമുക്കപ്പോൾ ഇത് സിനിമ വേണ്ടേ? ഫുൾ ടൈം രാഷ്ട്രീയമായിട്ടാണെന്നാ മതിയോ? മമ്മൂക്കൊക്കെ ഒരു മുഖ്യമന്ത്രി അവസരം കിട്ടുവാണെങ്കിൽ റൈറ്റ് ടു റീകോൾ കൊണ്ടുവരും. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയില്ല. സൂപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തില് മമ്മൂക്ക നായകനാകിയാണ്, അതോടൊപ്പം പാർവതിയും ഉണ്ട് ആ പടത്തില്. അതിനെങ്ങനെ നോക്കി കാണുന്നു നമുക്ക്?
ആ പ്രൊജക്റ്റ്? അത് തുടങ്ങാം, ഇത് കഴിഞ്ഞാൽ തുടങ്ങും. വരട്ടെ, നമുക്ക് ഇനി ആദ്യമായിട്ടൊരു പ്രൊജക്റ്റ്. അങ്ങനെ ഓരോരുത്തരോട് നമ്മളൊന്നും മുന്നോട്ട് വരട്ടെ. പുറകിലിരിക്കുന്ന ബിനുചേട്ടനോടാണ്. സിനിമയിൽ ത്രൂ ഔട്ട് മമ്മൂക്കയുടെ കൂടെ ഓടും ചാടും ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വിനുവിനെ അറിയോ? വേറെ തരത്തിലുള്ള അറിയോ വിനുവ? ഓപ്പറേഷൻ ജാവ അല്ലല്ല, അത്രയും വലിയ പാരമ്പര്യമുള്ള ആളാ. സന്തോഷേട്ടാ, ഇപ്പോ ക്യാരക്ടറിൽ കടക്കൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ചില പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ ആസ് എ പേഴ്സൺ മമ്മൂക്ക എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന രീതിയിൽ ചില ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ആ ക്യാരക്ടർ. പിന്നെ അവരുടെ കല്യാണത്തിനും അനിയത്ര കല്യാണത്തിന് പോകുമ്പോഴും. അപ്പൊ അത് ബോധപൂർവം ഇട്ടതാണോ, എങ്ങനെയാണത്? ഞാൻ ആക്ച്വലി പണ്ടുപോലെ മമ്മൂക്ക ഫാനാണ്. അപ്പോൾ എന്നിൽ എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂക്ക സിനിമ എന്നൊക്കെ എലമെന്റ് വേണമെന്നുള്ളത്. പക്ഷേ ഈ സബ്ജക്ട് ഡിമാൻഡിന് അപ്പുറം ചെയ്യാൻ പറ്റില്ല. ആ സബ്ജക്റ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂക്ക അല്പം ഇമോഷണൽ ആവുന്നത് എന്ന് തൊണ്ടയിടുന്നൊക്കെ ആൾക്കാരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. ഭയങ്കര ഫീലാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടിയ സാധനങ്ങൾ. അതൊക്കെ എന്റെ സിനിമയിൽ എവിടെയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അത് മുളച്ച് നിൽക്കാതെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അവരാണ് പറയേണ്ടത് മുളച്ച് നിൽക്കുന്നുണ്ടോ എങ്ങനെയൊന്നും എനിക്കറിയില്ല. അത് അവരാണ് പറയേണ്ടത്. ഇത് എഡിറ്ററാണ്. എന്തെങ്കിലും ചോദിക്കാം. എഡിറ്റർ അല്ലെങ്കിൽ വലിയ വായ പഠിക്കുന്ന ആളാണ്. എന്തെങ്കിലും എഡിറ്റിംഗ് എക്സ്പീരിയൻസ് എന്തെങ്കിലും പറ. അല്ല, ഇപ്പൊ തന്നെ ഇതെല്ലാം കൂടെ കണ്ട് കിളിവായിട്ടിരിക്കണം. മമ്മൂക്കയുടെ രണ്ടാമത്തെ ചിത്രമാണ്. ഉണ്ടാന്ന് പറയുന്ന പടമാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ ജാവ മമ്മൂക്കയുടെ രണ്ടാമത്തെ പടമാണ്. എന്താ പറയാ, വളരെ നന്നായിട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷം. അത്ര തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. തിയേറ്ററിൽ വെച്ച് മമ്മൂക്കയുടെ ഒത്തിരി പഞ്ച് ഡയലോഗ്സ് അടിപൊളി ഫീൽ ഗുഡ് കുറെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഈ എഡിറ്റിംഗ് സമയത്ത് ഞങ്ങൾ കാണാത്ത എന്തെങ്കിലും അടിപൊളി സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടോ? ഡിലീറ്റഡ് ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് വരുമോ? ഒരു സീൻ ഉണ്ടോ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത് സീനായിരിക്കും? സീൻ ഓക്കെ. ഒരു സീനുണ്ട്, നമുക്ക് പിന്നെ വരും. കണ്ടുപിടിച്ചുകളൊന്നുമില്ല. അപ്പൊ എന്തേ മുരളിച്ചേട്ടന് യഥാർത്ഥത്തിൽ ഒരു ചില ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ നേരത്ത് മുരളിച്ചേട്ടൻ തന്നെ കാണാത്ത രീതിയിലേക്കുള്ള ഒരു അഭിനയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ആ അർത്ഥത്തില് ഒരു എന്താണ് മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു കുലബുദ്ധിയുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പ്രതിനായക വേഷം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചെയ്യാമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. പിന്നീട് അതെങ്ങനെ സ്ക്രീൻ സ്പേസ് വരാൻ നേരത്തും എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഇല്ല, മെത്തേഡ് ആക്ടിങ്ങിന്റെ മാത്രം മാസ്റ്റർ അല്ലല്ലോ. അതൊരു മെത്തേഡ് മാത്രമാണ്, ഒരു അപ്രോച്ച് നോട്ട് മാത്രമാണ്. അദ്ദേഹം പല രീതിയിലുള്ള ആക്ടിങ് മെത്തേഡ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ആശങ്കയോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ കഥാപാത്രം ചെയ്യുക, എന്റേതായ രീതിയിൽ ചെയ്യുക എന്ന് മാത്രം ആണ് അത് നോക്കുന്നത്. രണ്ടുപേരും യുദ്ധത്തിന് വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യാൻ അവസാനിക്കാൻ പോവാ. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ പിന്നെ പറഞ്ഞ പോലെ കൃത്യമായ മറുപടി കിട്ടിയില്ല. കൃത്യമായിട്ടൊരു മറുപടി കിട്ടട്ടെ. അല്ല എന്താണ് അല്ല മമ്മൂക്കായെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും വേണമെന്ന് മമ്മൂക്ക സ്വയം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനിപ്പോ മുഖ്യമന്ത്രി അല്ല, സിനിമയിലെ ആ മുഖ്യമന്ത്രി അതാണല്ലോ ആളുകൾ ഇഷ്ടപ്പെട്ട ആ മുഖ്യമന്ത്രിയെ കടക്കൽ ചന്ദ്രൻ. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല ഇങ്ങനെ ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലുമില്ല. കടക്കൽ ചന്ദ്രനെ പോലെ ഒരു മുഖ്യമന്ത്രി ആകാൻ ഒരു വോട്ടർ എന്ന നിലയിൽ ആഗ്രഹമുണ്ടോ? അത് ഞാനോ? അല്ല, കടക്കൽ ചന്ദ്രൻ എന്നൊരു മുഖ്യമന്ത്രി, അതാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരത്തിലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണമെന്ന് മമ്മൂക്ക ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വോട്ട് ചെയ്യുന്ന ആൾക്കാർ ആഗ്രഹിക്കട്ടെ, അതാണ് നല്ലത്. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ വോട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ വോട്ട് ചെയ്തു. ഓക്കെ.
ഇത്രയും വോട്ട് കിട്ടിയാൽ തന്നെ മതിയായിരിക്കും. എപ്പോഴും പിടി വന്നാൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോകും. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടത് ഒരു അത്യാവശ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ സെഷൻ. അതിന് മുമ്പ് നമ്മളൊരു കേക്ക് കട്ടിംഗ് ഉണ്ട്, സെലിബ്രേഷൻ. എല്ലാവരും ഫോട്ടോഗ്രാഫി ഇല്ലാത്തതുണ്ടാവും. നമ്മളെല്ലാവരും ഇതിനകത്ത് ചോദിച്ചു ആർക്കെങ്കിലും വേണം സോറി കേട്ടോ, ഞാൻ ഇവർക്ക് തന്നെ കൊടുക്കുന്നുള്ളൂ. ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ചോദ്യത്തിന് മറുപടി ഇല്ല. ഇതല്ലേ തരൂ എനിക്ക് ചോദിക്കാൻ. കട്ടിംഗ് സീൻസ് ഏത് പത്രമാണോ അതോ ചെറുതാണോ? ബാക്കിയുള്ളവരും ഇതുപോലെ ചോദ്യം ചോദിച്ചാൽ നേരത്തെ ഇറങ്ങട്ടോ. അവിടെ കഴിഞ്ഞ ഷൂട്ടുകളാണ് എല്ലാവർക്കും തരാം. നിങ്ങൾക്ക് വരെ പണിയുണ്ടെങ്കിലേ ഉള്ളൂ.